അവസാനം വരെ ഇട്ട് കൊടുക്കുന്നേ ഒന്ന് ബ്ലെൻഡ് ചെയ്തമ്മ തിരിഞ്ഞേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ അവിടെ ഓക്കെ ആയിട്ടാട്ടോ ഇരിക്കണേ. ലൈക്ക് ഹെൽത്ത് ഒന്നും തീരെ ശരിയല്ല, ഓക്കെ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ ഒരു 10 വയസ്സ് പുറകോട്ട് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ എപ്പോഴും ആണെങ്കിൽ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അമ്മേനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് അമ്മ വായോ വീഡിയോ എടുക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ യൂഷ്വലി മേക്കപ്പ് വീഡിയോസൊക്കെ അമ്മയുടെ ആകെ ഒരു എണ്ണം മാത്രമേ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ. ബട്ട് ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമായി തുടങ്ങി കേട്ടോ. അമ്മയ്ക്ക് ഓൾറെഡി ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നാലും അമ്മ ഞാൻ പറഞ്ഞപ്പിക്കും അമ്മ വാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ അവിടെ കിടപ്പായി. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ചെയ്താലോ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ വയ്യെങ്കിലും അമ്മ ഞാൻ പറഞ്ഞപ്പോഴേക്കും ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ഇതല്ലോ വലിയ കാര്യം തന്നെയല്ലേ. മുന്നൊക്കെ ഭയങ്കര നിർബന്ധിച്ചിട്ടാട്ടോ എടുക്കാറ്. അമ്മ എവിടെയാ വായോ ഭയങ്കര നിർബന്ധിച്ചിട്ടാട്ടോ അമ്മോട് വാന്ന്. അപ്പോൾ ഞാൻ അമ്മോട് ട്രഡീഷണൽ ആയിട്ടുള്ള സാരിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മേക്കപ്പും ഹെയറും അമ്മയ്ക്ക് ഒരു പ്രത്യേക ടൈപ്പിലൊരു ഇവിടെ നീങ്ങി നിൽക്കുന്നാലും അവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അമ്മയ്ക്ക് ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഹെയറും കാര്യങ്ങളൊക്കെ ആട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണേ. അമ്മ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. ഇട്ടിരുന്നോ? അപ്പം അമ്മയ്ക്ക് സുഖലമ്മ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോട്ടോ. വീഡിയോ പ്ലേയിങ് ആണ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഡ്രോ ആയിട്ട് ഞാൻ ഫേക്ക് ചെയ്തിട്ടൊന്നും ചെയ്യണമൊന്നുമില്ല. നമ്മളിപ്പോൾ കാണുമ്പോൾ മുഖത്ത് ജസ്റ്റ് ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തോ അമ്മ ആകെ ഒരു പോൺസിൻ്റെ ക്രീം മാത്രം കേട്ടോ. അമ്മ മുടി കെട്ടി വെച്ചോ? എൻ്റെ ഉണ്ട്. അമ്മ ആകെ പോൺസിൻ്റെ ഒരു ക്രീം കാലങ്ങളായിട്ട് അമ്മ പോൺസിൻ്റെ ഒരു ക്രീം മാത്രമാട്ടോ യൂസ് ചെയ്യാറ്. അല്ലാണ്ട് വേറെ ഒന്നും അമ്മ യൂസ് ചെയ്യാറില്ല. ഉണ്ടാകണോ ഒന്നും അമ്മ കാര്യമായിട്ട് അമ്മ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാനാണ് പിന്നെ സ്കിൻ കെയറും അതിപ്പോൾ അതും ഇല്ല. സ്കിൻ കെയറും ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? ലിപ്സ്റ്റിക്ക് ശരിക്കും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം ഇട്ടാറ്. ഇപ്പോൾ ഞാൻ അമ്മയുടെ ഒരു നിൽക്കുക. അപ്പോൾ അതേ നമ്മൾ ഇനി കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ. ബിഫോറും ആഫ്റ്ററും കാട്ടണ്ട നമുക്ക്. അപ്പം ഞാൻ ഇനി ആക്റ്റീവായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റാണ്. അമ്മയ്ക്ക് എങ്ങനത്തെ മേക്കപ്പ് അമ്മ ഇതൊന്ന് പറഞ്ഞേ. ലൈറ്റ് മേക്കപ്പ് മതി. പിന്നെ എന്തൊക്കെ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ട ശ്രദ്ധിക്കേണ്ടതൊക്കെ പറയാം. ഭംഗിയായിട്ടൊന്ന് ഹെയർ ഭംഗിയായിട്ടൊന്ന് കെട്ടാം. പിന്നെ ഇതേപോലെ 1 ലെയർ സാരി എടുത്തിട്ട് ചെറുത് സിമ്പിളായിട്ടുള്ള മേക്കപ്പ്. പിന്നെ അതെ നോട്ട് അമ്മയുടെ ഷെയ്ഡ് ഭാഗ്യം അമ്മയ്ക്ക് ഷെയ്ഡ് മാച്ചാട്ടോ. ഇതെനിക്ക് തോന്നുന്നു മിക്കവർക്കും എല്ലാവർക്കും കണ്ട ലൈറ്റർ ഷെയ്ഡാണ് കാണുമ്പോൾ. പക്ഷേ ഇത് മിക്ക സ്കിൻ ടോണുകാർക്കും മാച്ച് ആയിട്ടുള്ളതാട്ടോ. ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ്. നല്ല എക്സ്പെൻസീവാണ്. ഞാൻ അന്ന് സാലറി കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാട്ടോ. കാരണം അത്യാവശ്യം വിലയുണ്ട് ഈ ഒരു ക്രീമിന്. അപ്പോൾ അന്ന് എന്താ ഓഫർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം മേടിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടിയും കിട്ടി. 2 എണ്ണം മേടിക്കായിരുന്നു. അപ്പോൾ ഞാൻ 2 എണ്ണം മേടിച്ചതാണ്. അപ്പോൾ ഇത് നല്ലൊരു BB ക്രീം പ്ലസ് മോയ്സ്ചറൈസർ അങ്ങനെ എന്തൊരു സംഭവമാണ്. സൺ പ്രൊട്ടക്ഷൻ ഉള്ളതാട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. പിന്നെ ഒട്ടി പിടിക്കില്ല. ഞാൻ മുന്നേ ആണെങ്കിൽ ഓഫീസിലൊക്കെ പോണ സമയത്ത് എന്നോട് ചോദിക്കായിരുന്നു ഇവിടെ എന്തെങ്കിലും ക്രാക്കി ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് അമ്മയുടെ കൈ കൊണ്ടാണ് ഇങ്ങനെ തുടക്കുക. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രാക്കി നമ്മുടെ വയറ് കാണുന്നു. ക്രാക്കി നല്ല ഇങ്ങനെ പറ്റി പിടിച്ച പോലെ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോഴാണെങ്കിൽ എന്ത് പറ്റി പിന്നെ ഞാനാണെങ്കിൽ നിറച്ച് കുരു ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ കുരു മാറാനുള്ള മരുന്നും തേക്കും. അപ്പോൾ ഇങ്ങനെ മുഖം നന്നായിട്ട് ഇതാവുമായിരുന്നു, ഭയങ്കര വൃത്തികേടാവുമായിരുന്നു. പക്ഷെ ഇതാണെങ്കിൽ ഇത് മാത്രം സത്യം പറഞ്ഞാൽ തേച്ചാൽ മതി. കണ്ടിപ്പോൾ അമ്മയുടെ മുഖം തന്നെ ഭയങ്കര ബ്രൈറ്റായി. ഇനിയിപ്പോൾ ഞാൻ ഇതാണ് യൂഷ്വലി തേക്കാറ്. ഞാൻ തേച്ച് കൊടുക്കണില്ല. കാരണം ഇപ്പോൾ തന്നെ അമ്മയുടെ ഫേസ് ബ്രൈറ്റനായിട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഞാനാണ് ഇപ്പോൾ ഫൗണ്ടേഷനോ കൺസീലറോ യൂസ് ചെയ്യാല്ല. ഒന്നാമത് പാടും കുരുക്കളൊക്കെ പോയി. പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് കൺസീലർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യല. ജസ്റ്റ് നോർമലായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റണ ഇതാട്ടോ. മാസിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ. എല്ലാം യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മളിനി കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അമ്മയ്ക്ക്. നമുക്ക് വല്ലാണ്ട് ഓവറായിട്ട് ഞാൻ പുട്ടിയൊന്നും ഇട്ട് കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. ജസ്റ്റ് പിന്നെ എനിക്കൊരു കാര്യം, ഇത് ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് തുടച്ചോ. ഞാൻ വിചാരിക്കണം നമ്മുടെ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ വേണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ.
അത്ര അധികം ഡാർക്കായിട്ടൊന്നും ഇരിക്കുന്നൊന്നുമില്ല. അപ്പം വേണ്ട, ഓവറാക്കണില്ല. അപ്പോൾ ഇതേ നമ്മൾ കോമ്പാക്ട് പൗഡർ അമ്മയുടെ മുഖത്ത് ഫുൾ ഇട്ട് കൊടുത്തോ. കാരണം മുഖം സെറ്റായി. കഴുത്തിൽ വേണമെങ്കിൽ ഇത്തിരി കൂടി ക്രീം ഇട്ട് കൊടുക്കണോ? കുറച്ച് ഓവറായിട്ട് വേണ്ട, വേണമെങ്കിൽ പൗഡർ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കഴുത്ത് കണ്ട വേറെ കളറും മുഖം വേറെ കളറും ഇട്ടോ. അപ്പോൾ ഇതേ ജസ്റ്റ് ഒന്ന് കഴുത്തിലും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. പിന്നെ കണ്ണ് എഴുതാം. ഇങ്ങോട്ട് കയറിക്കുക, നല്ലല്ലേ കാണാൻ പറ്റുമോ? കയറിയിരുന്നോ അമ്മ? അപ്പം നമുക്കിനി അമ്മയുടെ ഇത്തിരി ഇറങ്ങിയെന്നോ. ഇനി അമ്മയുടെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് എന്തിനാണെന്നറിയാം, ഈ പ്രാവശ്യം അമ്മയുടെ ത്രെഡ് ചെയ്തപ്പോൾ എന്തോ പുരുകത്തിന് ഷേപ്പ് വ്യത്യാസം. അത് മുഖത്തിൻ്റെ ചായക്ക് തന്നെ നമ്മ ക്ഷീണിച്ചു കേട്ടോ. അതാണ് അമ്മയുടെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഐബ്രോ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണം. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു കാണില്ല, ഭയങ്കര ഓവറായിട്ട് ഇട്ട് കൊടുക്കില്ല, ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതിലേക്ക് നോക്കിയേ. നല്ല ഭംഗിയുണ്ട്. നിൽക്ക്, ഇനി ഇത്തിരി ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ണ് തുറക്കാൻ വരട്ടെ കേട്ടോ. രണ്ടും കണ്ണും കൂടി ആക്കിയിട്ട് കാട്ടിത്തരാം. ഇതിപ്പോൾ ഇത്തിരി ഓവറായിട്ടുണ്ട്, ഇത്തിരി. ഇത് സെറ്റായി. ഇനി ഈ ഭാഗത്തും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒന്ന് ചെയ്ത പോലെ ബ്ലെൻഡിങ് ആണ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് മേക്കപ്പ് ഒക്കെ എനിക്കും ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു മേക്കപ്പ് കോഴ്സ് എന്തെങ്കിലും പഠിച്ചാലോ. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാട്ടെ അത്. ജോലിക്ക് നമ്മൾ അവിടെ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യണേക്കാട്ടും എനിക്ക് ഇഷ്ടം, മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ജോലി ഇതൊക്കെയാണ് കേട്ടോ. ജോലിയല്ല, കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഹെയർ മാത്രം എനിക്ക് പക്ഷേ സെറ്റ് ചെയ്യാൻ അറിയില്ല. ഇങ്ങോട്ട് തിരിഞ്ഞേ നാച്ചുറൽ ആയിട്ടുണ്ട്, സെറ്റ് ചെയ്യാൻ അറിയില്ല. ബാക്കിയൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം കേട്ടോ. വലിയ പ്രൊഫഷണലൊന്നല്ല, തിരിച്ചൊക്കെ അറിയാം. ഇത് നമ്മൾ കണ്ണ് ചെയ്ത് കൊടുക്കാം കേട്ടോ അമ്മയ്ക്ക്. അമ്മ പണ്ടത്തെ നടികളുടെ പോലെ ഉണ്ട് ഇപ്പോൾ. തിരിഞ്ഞേ, ഇവിടെ ഈ വാലും ഒത്തിരി ശരിയായില്ല. ഞാൻ അപ്പം തന്നെ ഞാൻ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അവസാനം അമ്മയുടെ കണ്ണെഴുതിയപ്പോൾ ഈ വാൽഭാഗം ഉണ്ടല്ലോ, ഒന്നാമത് ഇങ്ങനെ പിടിച്ച് ചെയ്താൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമ്മ പിന്നെ ഇങ്ങനത്തെ ഒരു പൊസിഷനിലിരിക്കണം. അപ്പോൾ വാലെന്തോ അമ്മയ്ക്ക് ഞാൻ വാലൊന്നും എഴുതി കൊടുക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം വിചാരിച്ചു ഇത്തിരി ഭംഗിയിൽ കണ്ണൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൊള്ളായിട്ട് ഞാൻ മാച്ചു കൊടുത്താണ്. അപ്പോൾ ഹാക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വാസലിൻ എടുത്താൽ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണൊക്കെ തേക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിസലർ വാട്ടറൊക്കെ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാസലിനൊക്കെ വെച്ച് ഞാൻ തുടച്ചു കൊടുത്ത്. തിരിഞ്ഞേ, ഇങ്ങോട്ട് കണ്ണുറക്ക്. എനിക്കിഷ്ടമായ നോക്കിയേ, എനിക്ക് ചിരി വരാൻ വരെ അവസാനം വരെ ഇല്ല. ഇങ്ങനെ കാണുമ്പോ ഭംഗി ഉണ്ടായില്ല. കാണുമ്പോ എനിക്ക് എന്താന്ന് അറിയില്ല, എന്തോ ഒരു പൂച്ചാട പോലെ ഉണ്ട് അമ്മേനെ കാണുമ്പോ. ഇല്ലല്ലോ നിക്ക് വെറുതെ പിടിക്കല. അമ്മ അവിടെ പിള്ളേര് ഉറങ്ങണ്ട്, അച്ഛൻ അവിടെ നോക്കണ്ട്. അപ്പൊ അതിന്റെ വെപ്രാളത്തിലാണ് വേഗം ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അത് വയ്യാണ്ട. ഞാൻ ഇന്ന് അമ്മനെ വിളിച്ചപ്പോഴും പിന്നെ അമ്മ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാന്നപ്പോ സന്തോഷം കൊണ്ട് എടുക്കാന്നായിട്ട് എത്തി. ഞാൻ ഫൈനല് കണ്ടാ നിങ്ങൾ കുറ്റം പറയാൻ നിൽക്കണേ. അപ്പൊ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനവിടെ കിടപ്പായിരുന്നു കേട്ടോ. വയ്യ തീരെ. കണ്ണ് തുറന്നു നിൽക്കി, കണ്ണില്ലെങ്കിൽ റെഡി ആവല്ലോ. എനിക്ക് വയ്യ നിക്കാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്കാണെങ്കിൽ
മിണ്ടാണ്ടിക്കമ്മ അത് ഇതായാലേ റെഡി ആവുള്ളോ. നിക്ക് ഈ ഭാഗത്തും കൂടി നോക്കട്ടെ. അമ്മ മസ്കാര ഇട്ടുണ്ടോ ലൈഫില്? ഇഷ്ടല്ലേ ഇത്? നിക്ക് മതി മതിന്നല്ല, ഈ ഭാഗം കൂടി പൊങ്ങട്ടെ. ആ ഭാഗം മാത്രമേ പൊങ്ങിയിരിക്കുള്ളൂ. ഇത് അമ്മയുടെ നിങ്ങൾക്ക് അമ്മയുടെ മേക്കപ്പ് റിമൂവും കൂടി കാട്ടിത്തരാട്ടോ. അമ്മയുടെ വേഷം കിട്ട് കാട്ടിത്തരാം. നിക്ക് നല്ല രസമുണ്ട്. നിക്കുന്ന നിക്കിങ്ങനെ നല്ല റെഡി ആവണം. നോക്കട്ടെ. അതിനൊരു കാര്യം ചെയ്യണം. നമ്മുടെ മോന്ത വേണമെങ്കിൽ സൂം ചെയ്ത് വെക്കായിരുന്നു. നമ്മ ഇപ്പൊ മോന്ത അത് ഇതാക്കിയാലും പൊങ്ങി നിക്കണം. ഒന്നും മിണ്ടാണ്ടെന്നേ. ഇപ്പൊ സെറ്റായി. ഇതാണ് ഐലാഷ് കളർ. കണ്ണൊന്ന് പൊക്ക് ഇതാണ് ഐലാഷ് കളർ കേട്ടോ. ഒന്നും കൂടി തിരിഞ്ഞേ. നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നല്ല രസത്തിൽ കിട്ടിയിട്ട് ഇങ്ങനെ തിരി. ഇപ്പൊ സത്യം പറഞ്ഞാൽ 10 അല്ല 20 വയസ്സ് എന്തൊരു കാട്ടി വയ്ക്കണേ. 20 വയസ്സ് പ്രായം കുറഞ്ഞ പോലെ ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. തള്ളാണെന്നല്ല ഞാൻ. നിങ്ങൾക്ക് എന്താ തോന്നണേന്നൊന്ന് പറയൂട്ടോ. പെട്ടെന്ന് മുന്നേ ഒരു 10-60 വയസ്സായിട്ടുള്ള ഒരു ആന്റി ഇപ്പൊ പെട്ടെന്ന് ചെറുപ്പക്കാരി ആയ പോലെ എനിക്ക് തോന്നണത്. പിന്നെ ബ്ലഷ് ഒന്നും അമ്മയ്ക്ക് രസമില്ല. പക്ഷെ ഇത്തിരി ഞാൻ ഒരാഴ്ച ചെയ്തൊരു ഫംഗ്ഷനുള്ളപ്പോ ഇത്തിരി ബ്ലഷ് ചെയ്ത് കൊടുത്തുട്ടോ. ഇത്തിരി ഓവറായിപ്പോയി. ഇത്തിരി അതല്ല ബ്ലഷ് അല്ല ഇതിട്ട് കണ്ട. നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോ നമുക്കൊരു സമാധാനം തരില്ല. അതാണ് ഇപ്പൊ ഞാൻ അമ്മേനെ ശരിക്കും ഞാൻ മേക്കപ്പ് ചെയ്യാൻ വിളിക്കാത്ത. ഇങ്ങനെ ഓരോന്ന് ഇതാക്കും. ഇവിടെ തിരിഞ്ഞേ. രസമുണ്ട്. ഓവറായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ നോക്ക് കണ്ട. പിന്നെ ഇവിടെ തിരിഞ്ഞേ. അമ്മയുടെ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്. ഒരു മിനിറ്റ് നിൽക്കുന്ന അമ്മ അവിടെ എന്നെക്കാട്ടും വിഗിളിത്തരാം. അമ്മ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ടാണ് അമ്മോട് നിൽക്കെന്ന് പറയുന്നത്. നിൽക്കട്ടോ. ഇതൊരു ഹാക്കാട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്തോ ഞാൻ വരച്ച് വെച്ചേക്കണേന്ന്. ഞാൻ തുടയ്ക്കും. ജസ്റ്റ് നമ്മുടെ കയ്യിൽ കൺസീലർ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ടിൻറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുരുകത്തിന് മേലേക്കോടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വരച്ച് വെച്ചാൽ അപ്പോൾ എന്തിട്ടാന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ബ്ലെൻഡായിട്ട് നല്ല പുരുക നല്ല ഡിഫൈനായിട്ട് കിട്ടും കേട്ടോ. മുന്നേ ശരിക്കും മസ്കാര ഐ ഷാഡോ ഉണ്ടാക്കാട്ടും മുന്നേ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി സൂപ്പറോ ഇപ്പോഴും നന്നായിട്ടുണ്ട് കേട്ടോ. തിരിഞ്ഞേ. അപ്പോൾ അതെ ഇവിടെ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. കുറച്ച് എൻ്റെ കഴിയുമ്പോൾ ഫുള്ള് ഇതാ. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ആ പരിപാടി കഴിഞ്ഞു. ഇനി നിൽക്ക് പൊട്ട് കുത്താൻ പറ്റേ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ മേക്കപ്പ് പൗച്ചിലെല്ലാം ഇപ്പോൾ ഓർഗനൈസ് ചെയ്തിട്ട് വലിച്ച് വാരി ഇടാത്തതുകൊണ്ട് എനിക്ക് എല്ലാ സാധനങ്ങളും കൈയോടൊപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിലുള്ള ലിപ്പ് ലൈനർ എടുത്തിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ന്യൂഡ് കളർ ഷെയ്ഡൊന്നും ഭംഗിയില്ല കേട്ടോ ലിപ്സ്റ്റിക്ക്. അമ്മയ്ക്കിതൊരു വൈൻ റെഡ് അങ്ങനത്തെ ഷെയ്ഡൊക്കെയാണ് അമ്മയ്ക്ക് ചേരേണ്ട എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ട് ഈ ഷെയ്ഡ് തന്നെ ലിപ്പ് ലൈനർ തന്നെ നല്ല രസമുണ്ട്. ഞാൻ മിക്സ് ചെയ്തിട്ട് ഇട്ടുതരാം കേട്ടോ. അമ്മയ്ക്ക് ഇത് ചേരുന്നാണ് എൻ്റെ ഒരു ഇത്. ആദ്യം ഇത് ഇട്ടുതരാം, പിന്നെ എൻ്റെ ആ ഷെയ്ഡ് ഇട്ടുതരാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കല്ലേ. അയ്യോ ഇത് രസമല്ലേ, കാട്ടി കൊടുത്തോ. ഇത് അമ്മയ്ക്ക് ചേരുന്നില്ലല്ലോ. അമ്മയുടെ സ്കിൻ ടോൺ എനിക്ക് ചേരണ പോലെ തോന്നിയില്ല കേട്ടോ. ഇത് മിക്സ് ജസ്റ്റ് നമുക്ക് ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നേ. ഒന്ന് ബ്ലെൻഡ് ചെയ്തമ്മ തിരിഞ്ഞേ. അപ്പൊ ലിപ്സ്റ്റിക്ക് പണ്ടേ മുതലേ അമ്മയ്ക്ക് ചേരുന്നല്ലോ എനിക്ക് ചേരാ. അമ്മയ്ക്ക് ചേരുന്ന ലിപ്സ്റ്റിക്ക് എൻ്റെ മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നെ വേറെ എന്തോ ലുക്കാണ്. അതുപോലെ എൻ്റെ ഇത് അമ്മയ്ക്ക് ചേരില്ല. അപ്പം അമ്മയുടെ തന്നെ ലിപ്സ്റ്റിക്ക് എടുക്കാൻ പോയിട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അമ്മയുടെ തന്നെ അതേ മേക്കപ്പ് ഒക്കെ ഇതായിട്ടോ. അമ്മയുടെ തന്നെ ലിപ്സ്റ്റിക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി ജസ്റ്റ് പൊട്ട് കുത്തുക, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് സെറ്റ് ചെയ്യുക. കണ്ണ് ചെയ്തെന്താ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് തോന്നി. എനിക്ക് അറിയില്ല. അമ്മ കുറേ നാളായിട്ട് കണ്ണ് ചെയ്താണ്. ചിലപ്പോൾ എഴുതുമ്പോൾ ചിലവർക്ക് നല്ല ഭംഗിയായിരിക്കും, ചിലപ്പോൾ അമ്മയ്ക്ക് കോക്കം പൂച്ച പോലെയോ. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മയുടെ ലിപ്സ്റ്റിക്ക് എടുത്തോ. എന്നാ കേട്ടോ അമ്മയുടെ ലിപ്സ്റ്റിക്ക്. പാവം അമ്മ ഏതോ ഒരു
ഷെയ്ഡ് എടുത്തോന്ന് കേട്ടോ. ഡോട്ട് ചെയ്തിട്ട് അതെ. യോ അമ്മേനെ കാട്ടുന്നില്ലേ. ഇതാക്ക് ബ്ലെൻഡ് രസായോ? ആ ഇപ്പൊ ഭംഗിയുണ്ട് തിരിഞ്ഞ്. ഇപ്പൊ രസമായിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്ക്, ഈ ക്യാമറയിൽ നോക്ക്, രസമായിട്ടില്ലേ? ആ ഇനി ആ റെഡ് കളറൊരു പൊട്ട് കുത്തി കൊടുക്കാം. റെഡ് കളറൊരു പൊട്ടും കുത്തി കൊടുത്തു. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ തന്നെ നല്ല മാറ്റം തോന്നുന്നുണ്ട്. വേറൊരു കാര്യം തേക്കാൻ പറഞ്ഞു, അതാണ് എന്തോ ഒരു മുഖത്തിന് ഇതുപോലെ ഈ സിന്ദൂരം തൊട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മ ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ തൊടേണ്ടതാണ് ഇഷ്ടം. പക്ഷെ ഇത് ഇങ്ങനെ നമുക്ക് ഇവിടം വരെ തൊടാം. നിറയെ വരെ ആയിക്കോട്ടെ അമ്മ, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാ. അപ്പം ആ ഇപ്പൊ തന്നെ അമ്മേനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത്തിരി ബാക്കോട്ട് ഇറങ്ങി നിന്ന് ഇതാട്ടോ നമ്മൾ അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്ത്. അമ്മ കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചേ. ആ കണ്ണ് തുറന്നേ. എനിക്ക് തോന്നുന്നു ഇത്തിരി സൈഡിൽ രണ്ടു ഭാഗത്തും കൂടി കണ്ണ് ചെയ്താണ്. ഇത്രയും നമ്മൾ എന്തായാലും ലുക്കാക്കിയതല്ലേ, നല്ല രസം. അപ്പൊ അതേ അമ്മയുടെ അത് കഴിഞ്ഞ് ജസ്റ്റ് കാട്ടി തന്നില്ലേ, അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് അടിയിൽ ഭാഗത്തും കൂടി കണ്ണ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഈ രണ്ടറ്റം മാത്രം എല്ലായിടത്തും എഴുതണില്ല, കോക്കമ്പൂച്ച ആക്കണില്ല. അപ്പൊ അമ്മ അതേ സിന്ദൂരം ഒക്കെ എന്തൊക്കെയോ ചെയ്യണുണ്ട് അമ്മയുടെ വക. ഇതൊക്കെ മേക്കപ്പ് തുടച്ച് കളയാനാണ് ഇനി പാടും. ഇങ്ങോട്ട് വാ. അപ്പം ഷാർപ്പൻ ചെയ്യട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അവിടെ എല്ലാം ഞാൻ പറഞ്ഞു. വാ കണ്ണ് മേലോട്ടൊക്കെ മേലെ പൊക്ക് തിരിഞ്ഞേ. ആ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. തിരിഞ്ഞേ. ആ ഇപ്പൊ നല്ല കണ്ണ് ചെയ്തെന്നാ നിങ്ങക്ക് ഭംഗി. കണ്ണ് ചെയ്ത ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമായി. ഫുള്ള് ചെയ്തല്ലേ. കണ്ണടക്കി കണ്ണടക്കി. നല്ല ഭംഗിയുണ്ട്. ഇനി അമ്മയ്ക്ക് ഹെയർ സെറ്റ് ചെയ്യും. അപ്പൊ അമ്മയുടെ ബാക്കിയല്ല ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടോ? കുറി തൊട്ടായിരുന്നോ? ഇനിയിപ്പോ അമ്മയുടെ ഹെയർ, അതാണ് ടാസ്ക് ഉള്ള കാര്യം. അമ്മ ഒരു സംഭവം വെച്ചിട്ട് എന്നെ ചെയ്യണം എന്നാണ് പറയണേ. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അമ്മയ്ക്ക്. ഇതൊക്കെ ലാസ്റ്റ് അമ്മ ഒതുക്കാൻ ഹെൽപ്പ് ചെയ്യില്ലേ? മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചൊക്കെ ഞാനിങ്ങനെ എല്ലാതും അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല എടുക്കാൻ. മാന്തിട്ട് നോക്കി ഇവിടെ ഒക്കെ പാടാകണ്ട കളറ് പൊന്നും അമ്മനെ മാന്തിട്ട് ഇവിടെ പിച്ചിട്ട് മാന്തിട്ട് സ്നേഹപ്രകടനം അവന് എന്നോട്. എനിക്കാണെങ്കിൽ വയ്യാണ്ട് എടുക്കുന്നത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇവളെന്തെങ്കിലും മോന്ത പിടിച്ചിക്കണെന്ന് വിചാരിക്കരുത്. വയ്യ തീരാതാണ്. വയ്യാന്ന് പറയാൻ താല്പര്യമില്ല. ഓളെന്താ മോന്ത ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അവൾക്കൊന്ന് മെരിക്ക് ഇരുന്നൂടെ, ഇപ്പൊ ആരെ ഇതാക്കാൻ വേണ്ടിട്ടോന്നൊക്കെ വിചാരിക്കും. അതല്ല സുഖമില്ല. വൈകിമിണ്ടാണ്ടിരുന്നോട് എന്തിനീ വക ഞങ്ങളെ ഈ വക ഉപദ്രവിക്കണേന്നൊക്കെ. അല്ല അമ്മയ്ക്കൊരു ആഗ്രഹം പറഞ്ഞതാണ്, ഞാൻ ചെയ്യാൻ വിചാരിച്ചു. ഇങ്ങ് വാ, ഇവിടെ ഇരിക്കോ? അയ്യോ എനിക്ക് ഇരിക്കാൻ വേണ്ടിയാണ്. അമ്മ ഇപ്പടുത്തിരിക്കേ. അമ്മ എന്തോ പറയാമോ? അതെ അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കാം, നീ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നിനക്ക് കെട്ടാൻ എളുപ്പല്ലേ എന്നിട്ട്. അപ്പൊ ഇതേ ഞാൻ ഇപ്പുറത്തിരിക്കണേ, അമ്മ ഇവിടെ കേട്ടോ. സംഭവം എന്താ വേണ്ടേ? ഇത് വെച്ചിട്ട് ഇങ്ങനെ മുടി മെടയാ. ആ ഞാൻ ചെയ്തുതരാം അമ്മ. എന്റെ മേക്കപ്പ് കിറ്റിൽ എന്താ അപ്പൊ ഇത് കണ്ടോ, ഹെയർ എക്സ്റ്റൻഷൻ ആട്ടോ. ഞാൻ മേടിച്ചതാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. എന്റെ നല്ല രസല്ലേ. അപ്പൊ ഞാൻ ഇന്നേ വരെയൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് വെച്ചിട്ട് ഇതിന്റെ വേറെ ഉണ്ടല്ലോ, രണ്ടെണ്ണം വെക്കാം. അപ്പൊ ഇത്രയും കൂടെ ഉള്ളു തോന്നിക്കും. പല ഹെയർ എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യില്. അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കണ്ടില്ലേ ഹെയർ എക്സ്റ്റൻഷൻസ്. വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചതാട്ടോ. പിന്നെ ഫ്ലവർ ഒക്കെ വെച്ച് തരാം. മറ്റേ കുട്ടി ഫ്ലവർ ഇല്ലേ അല്ലെ, ഈ മുല്ലപ്പൂ അല്ലേ നിന്റെ മറ്റേതില് ഒരു റിബൺ ഉണ്ട്, അതുകൊണ്ട് ഈ ഫ്ലവർ ഇല്ല. അല്ല റിബൺ കട്ട് ചെയ്യാൻ നമ്മുടെ കത്രിക ഉണ്ടോ? അപ്പൊ ഇത് നമ്മള് മുടി ഹെയർ സെറ്റ് ചെയ്യാൻ പോണ്. അപ്പൊ ക്ലിപ്പില്ലെങ്കിലും ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ക്ലിപ്പില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലിപ്പില്ലാണ്ട് നമുക്കിത് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ
ഫ്രണ്ടിൽ എന്തെങ്കിലും ഇടണം അങ്ങനെ. വേണ്ട വേണ്ട. ആ എന്നിട്ട് നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ഇതാക്കി കൊടുക്കാം കേട്ടോ. അത്ര ഉള്ളു ചെയ്യണേ. അപ്പോൾ ഒരു ബണ്ണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. അമ്മയുടെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ബൺ. ചരട് വേണ്ട, ഈ ബണ്ണൊന്ന് കെട്ടിയേ. സാധാ ഒരു പോണിട്ടൈലോ പോണിട്ടൈൽ കെട്ടാട്ടോ നമ്മൾ. എന്നിട്ട് വെച്ചോ. എന്നിട്ട് നമ്മൾ ഈ ഹെയർ ജസ്റ്റ് ഒന്ന് ചുറ്റിയതിന് ശേഷം ശരിക്കും എനിക്ക് ഈ ഹെയർ ചേരും, അമ്മയ്ക്ക് ബ്രൗൺ അല്ല ചേരാ, ബ്ലാക്ക് കളറാട്ടോ. അപ്പോൾ നമുക്ക് വേറെ കളർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ചെയ്യണേ. എന്നിട്ട് കണ്ടോ, ഇത്രയുള്ള കാര്യം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ബാക്ക് സൈഡിലൊന്ന് എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നു മറ്റേ മുടിയും കൂടി വെക്കാൻ, കാരണം ഇത് ഭയങ്കര ചെമ്പൻ കളറാ. അപ്പം അമ്മ ബ്ലാക്ക് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതും കൂടി വെച്ച് ഇത്തിരി കൂടി ഉള്ളു തോന്നിക്കോട്ടെ. അതാണ് നമ്മൾ ഇതും കൂടി വെക്കണേ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗത്ത് നമുക്കൊരു ഉണ്ട ഇട്ട് കൊടുക്കാം. അയ്യോ, ഒരു ബണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹെയർ വെച്ചു. ഇനി ഇതുപോലത്തെ ഒരു ഫ്ലവർ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കണ്ടില്ലേ, നല്ല രസമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഉള്ളിലേക്കായിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിലേക്കായിട്ട് യൂപ്പിന് ഉണ്ടെങ്കിൽ യൂപ്പിന് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ ക്ലിപ്പ് തന്നെ നമുക്ക് കുത്തി കൊടുക്കാം. കണ്ടോ, ഇനി ഈ സൈഡിലും അതുപോലെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. തിരിഞ്ഞേ ഇങ്ങനെ തന്നെ തിരിയിട്ടോ, ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത. അപ്പോൾ ഇതേ നമ്മൾ ഹെയർ ഇങ്ങനെ വെച്ചു. ഇനി ഇവിടെ കുറച്ചും കൂടി ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവും കൂടി വെച്ച് കൊടുക്കാം. അവിടെ എന്തോ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു. ഒരു റെഡ് ഫ്ലവറും കൂടി നമുക്ക് ഈ സൈഡിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ മുന്നിങ്ങനെ പിൻ ചെയ്ത് അതുപോലെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കും. ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ ബാക്ക് സൈഡ് ഒരു മാറ്റം വരുത്തിട്ടോ. അപ്പോൾ എന്താ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ജസ്റ്റ് രണ്ടും കൂടി ട്വിസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി നല്ല ഭംഗിയിൽ ഇതുപോലെ ഒരു ഫ്ലവർ കിട്ടിട്ടോ. മറ്റേത് എന്തോ പോലെയായിട്ട് എനിക്കും തോന്നി. ഇത് ജസ്റ്റ് ഇതുപോലെ ഒരു ഫ്ലവർ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ ഒന്നില്ലെങ്കിൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിപ്പൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബൺ ചെയ്തിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുത്താൽ തിരിഞ്ഞ് ഈ ഭാഗം നമുക്ക് സെറ്റായിട്ട് കിടക്കും കേട്ടോ. ബാക്ക് സൈഡ് ഇതാണ് അമ്മയുടെ ഹെയർ. സത്യം പറയുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ അമ്മേനെ ഇപ്പോൾ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അടിപൊളിയാവും. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ആ ഹെയർ സ്റ്റൈൽ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നിട്ട് നമ്മൾ വേറെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഹെയർ ആയിട്ട് എടുത്തങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇത് മൂന്നായിട്ട് നമ്മളിങ്ങനെ നോർമൽ മെടയില്ലേ അതുപോലെ നമ്മളിങ്ങനെ മെടഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ ഒപ്പം തന്നെ എടുത്തിട്ട് മെടഞ്ഞു കൊടുക്കാം. ഞാൻ ബാക്കോട്ട് മെടയാം. അപ്പോൾ ഇത്തിരി കൂടി സെക്യൂറായിട്ട് ടൈറ്റായിട്ട് കിടക്കും. ഇങ്ങനെയാണ് അമ്മ പറയണത്. എനിക്ക് മനസ്സിലാവണില്ല അമ്മ എന്തിട്ടാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ മെടയും പിന്നെ ഇങ്ങനെയാണ് അമ്മ ഉദ്ദേശിച്ചത്. അപ്പൊ അവസാനം അമ്മ തന്നെ കെട്ടിട്ടോ. ഇതാണ് അമ്മ ഉദ്ദേശിച്ച ഹെയർ. ഞാൻ ഒട്ടും ഇതൊക്കെ ഇഷ്ടമായിട്ടില്ല. അതൊക്കെ അമ്മയുടെ ഇഷ്ടം. ഞാൻ വിട്ടു കൊടുക്കണു. അപ്പോൾ ഇതേ ഹെയർ ഇതേ
ഇതുപോലെ ഇട്ടിട്ട് ഇപ്പം രസമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഹെയർ ഇട്ട് കൊടുത്തു. അപ്പം ഇതാണ് നമ്മൾ അമ്മയ്ക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് ലുക്ക്. ഇവിടെ ശരിക്കും കുറച്ച് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ മുല്ലപ്പൂ പോലത്തെ ഈ സിമ്പിളായിട്ട് മതി. അത് വേണ്ട ചിന്നു വേണമെങ്കിൽ ഇങ്ങനെ മുല്ലപ്പൂ വേണമെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം. നമുക്ക് വേണ്ടെന്ന് പറയണേ. അപ്പോൾ ഇതാണ് അമ്മയുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാട്ടോ അമ്മയുടെ ഫുള്ള് ലുക്ക്. പിന്നെ അമ്മയുടെ സാരി കളക്ഷൻ്റെ വീഡിയോ ഉടനെ ഇടുന്നു കേട്ടോ. അമ്മ കണ്ണടച്ച് ജസ്റ്റ് കണ്ണു തുറന്നേ. ഇതാട്ടോ അമ്മയുടെ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അവസാനം അമ്മയുടെ അടുത്ത് കുറച്ച് നല്ല പിക്സും കൂടി കാട്ടിത്തരാം കേട്ടോ. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ ഇങ്ങനെ കെട്ടിയതും പിന്നെ അയച്ചിട്ടുള്ള വേറൊരു ഹെയർ സ്റ്റൈലും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.